നമസ്കാരം. കാലം മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും സ്വഭാവ രീതികൾ മാറിവരികയാണ്. ഇന്ന് ലോകരാജ്യങ്ങൾ വൈജ്ഞാനിക യുദ്ധത്തിലേക്കുള്ള പരിവർത്തനാത്മക നീക്കത്തിലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പ്രതിരോധ നേട്ടങ്ങളെല്ലാം വരും ഭാവിയിലെ വെല്ലുവിളികൾ മുൻനിർത്തിയുള്ള സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായവയാണ്. അത്തരത്തിലൊരു ശ്രദ്ധേയ നീക്കത്തെക്കുറിച്ചുള്ള പുതു റിപ്പോർട്ട് രാജ്യത്തെ പ്രതിരോധ ഗവേഷണ രംഗം പുറത്തുവിട്ടിരിക്കുകയാണ്. അതുപ്രകാരം കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള പുതിയ ഗവേഷണത്തിലേക്ക് നീങ്ങുകയാണ് രാജ്യത്തെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന. കൂട്ടത്തോടെ സഞ്ചരിക്കാനും സ്വന്തം നിലയ്ക്ക് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്താനും കഴിവുള്ള അടുത്ത തലമുറ ക്രൂയിസ് സംവിധാനങ്ങളാണ് AI അധിഷ്ഠിത ക്രൂയിസ് മിസൈലുകൾ. ലക്ഷ്യസ്ഥാനങ്ങളെ സ്വയമേവ കണ്ടെത്തി ആക്രമിക്കാനും വിവിധ യുദ്ധോപകരണങ്ങളുടെ കൂട്ടങ്ങളുമായി തത്സമയ ആശയവിനിമയം നടത്താനും GPS പ്രവർത്തനം പ്രാപ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കാനും ശേഷിയുള്ള അത്യാധുനിക AI അധിഷ്ഠിത മിസൈലുകളാണ് DRDO വികസിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. AI നിയന്ത്രണ സംവിധാനങ്ങൾ, റിയൽ ടൈം ഡാറ്റ അനലൈസിസ്, മനുഷ്യ നിയന്ത്രണം ആവശ്യമില്ലാതെ ലക്ഷ്യത്തെ സ്വയം പിന്തുടർന്ന് ആക്രമണം നടത്താനുള്ള ഫയർ ആൻഡ് ഫോർഗറ്റ് സംവിധാനം, യുദ്ധരംഗങ്ങളിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനുള്ള കഴിവ് എന്നിങ്ങനെയുള്ള തുടങ്ങിയ അനവധി അതിനൂതന കഴിവുകൾ പ്രകടമാക്കുന്ന ക്രൂയിസ് മിസൈലുകളാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. സ്വന്തമായി തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഈ അതിനൂതന മിസൈലുകൾക്ക് കൂട്ടമായ പ്രവർത്തനങ്ങൾക്കിടെ പരസ്പരം സംവദിക്കാനും ഡാറ്റ കൈമാറാനുമാകും. ഇത്തരം വിവര കൈമാറ്റത്തിലൂടെ ഏത് ടാർഗറ്റ് ലക്ഷ്യമാക്കി നീങ്ങണമെന്ന് അവ സ്വയം തീരുമാനിക്കും. ഈ മിസൈലുകൾ ചിന്തിക്കുകയും സംസാരിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യും. പുതിയ AI അധിഷ്ഠിത ക്രൂയിസ് മിസൈലുകളെ സംബന്ധിച്ച് DRDO വൃത്തങ്ങൾ പറയുന്നു. GPS പ്രവർത്തനരഹിതമാകുന്ന സ്ട്രോങ് ജാമിംഗ്, ഇലക്ട്രിക് വാർഫെയർ സാഹചര്യങ്ങളിൽ സ്ഥിതിഗതികൾക്കനുസൃതമായി AI ഓൺബോർഡ് സെൻസേഴ്സ്, ടെറൈൻ, അഡ്വാൻസ്ഡ് നാവിഗേഷൻ അൽഗോരിതം എന്നിവ പ്രയോജനപ്പെടുത്തി സ്വയം വഴി കണ്ടെത്താനും ലക്ഷ്യം ഭേദിക്കാനും AI അധിഷ്ഠിത പുതുതലമുറ ക്രൂയിസ് മിസൈലുകൾക്കാകും. മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത പാതകൾക്കപ്പുറം സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയാവബോധത്തോടെ ചലിക്കുന്ന ഇത്തരം മിസൈലുകൾക്കായുള്ള സോഫ്റ്റ്വെയർ വികസനത്തിലാണ് നിലവിൽ DRDO. റിസർച്ച് സെന്റർ ഇമാറത്ത് അഥവാ RCI, എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ ADE എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് DRDO ഇത്തരമൊരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നിർവാണ സ്വാം എന്ന രഹസ്യനാമമുള്ള AI ഇൻഫ്യൂഷൻ തത്സമയ തീരുമാനമെടുക്കലിനായി എഡ്ജ് കമ്പ്യൂട്ടിംഗ് ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചാണ് ഇത്തരം മിസൈലുകൾ സജ്ജമാക്കാൻ അവർ ഒരുങ്ങുന്നത്. AI അധിഷ്ഠിത ക്രൂയിസ് മിസൈലുകൾ കൂട്ടമായുള്ള ആക്രമണമാണ് നടത്തുന്നത് എന്നതിനൊപ്പം സാഹചര്യങ്ങൾക്കനുസൃതം ലക്ഷ്യസ്ഥാനങ്ങൾ മാറ്റാനുള്ള ഇവയുടെ ശേഷി ആക്രമണങ്ങൾ പാഴാകപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നു. മാത്രവുമല്ല, ഇവയുടെ ആക്രമണങ്ങൾക്ക് മുൻപിൽ എതിരാളിയുടെ തന്ത്രമാറ്റങ്ങൾ പാളുകയും ചെയ്യും. ഇലക്ട്രോണിക് യുദ്ധ ജാമിങ്ങിനെ പ്രതിരോധിക്കാൻ ഇത്തരത്തിലുള്ള AI നിയന്ത്രിത സ്വയംഭരണ ക്രൂയിസ് മിസൈലുകൾ ഏറെ പര്യാപ്തമാണ്. രാജ്യത്ത് നിലവിലുള്ള സബ്സോണിക് നിർഭയ്, സൂപ്പർസോണിക് ബ്രഹ്മോസ് പോലുള്ള ക്രൂയിസ് മിസൈലുകൾ ടെർമിനൽ ഘട്ടങ്ങളിൽ പ്രീഫെഡ് GPS, INS കോർഡിനേറ്റുകളെ സാധൂകരിക്കുന്നതിന് ഓൺബോർഡ് ആക്റ്റീവ് റഡാർ അല്ലെങ്കിൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സീക്കറുകളെയാണ് ആശ്രയിക്കുന്നത്. ഇത് ഫലപ്രദമാണെങ്കിലും പലപ്പോഴും ഇത്തരം മിസൈലുകൾക്ക് ചില പരിധികളുണ്ട്. GPS സ്പൂഫിംഗ്, ജാമിംഗ് അല്ലെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോണിക് വാർഫെയർ ഇടപെടലുകൾ ഉണ്ടായാൽ അവയുടെ ആക്യുറസി കുറയാൻ സാധ്യതയുണ്ട്. മൾട്ടി മിസൈൽ സാൽവോ ചെയ്താലും ഇവയ്ക്കിടയിൽ കോർഡിനേഷൻ ഇല്ലാത്തതിനാൽ കൃത്യമായ ടാർഗറ്റ്, ലക്ഷ്യം ഭേദിക്കൽ എന്നിവ സാധ്യമാകാതെയും വരാം. ഇത്തരം പരിമിതികളെ മറികടക്കും വിധത്തിലാണ് AI അധിഷ്ഠിത സ്വാം കേപ്പബിൾ മിസൈൽ സിസ്റ്റം DRDO വികസിപ്പിക്കുന്നത്. ആക്രമണ വേളകളിൽ ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പല ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയം ഉന്നം വെച്ച് തകർക്കാൻ പുതിയ AI അധിഷ്ഠിത ക്രൂയിസ് മിസൈലുകൾക്കാകും. ഇത്തരത്തിൽ കാലത്തിനനുസൃതമായി അത്യാധുനിക ശേഷികളോടെ വികസിപ്പിക്കുന്ന AI അധിഷ്ഠിത ക്രൂയിസ് മിസൈൽ കൂട്ടങ്ങൾ ഇന്ത്യയുടെ ഭാവി സുരക്ഷ കൂടുതൽ ദൃഢകരമാക്കുമെന്നതിൽ സംശയമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.